ರಸಯ್ಯಯ್ಯೋ ರಾಜ ರಸಯ್ಯ ಯಾರೋ ರಾಜಕುಮಾರಗ 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 ಇಲ್ಲಿ ಮುಳ್ಳೋ ನಾರಗ ಮುಳ್ಳೋ ಶೇಷಂಬಗ ಮಗ ನಾರಗ ಬೊಬ್ಬೊಬ್ಬೊ ಇಲ್ಲಿ ಮುಳ್ಳ ನಾರಗ ಮುಳ್ಳೋ ಶೇಷಂಬಗ ಮಮ ನಾರಗ ಬೊಬ್ಬೊಬ್ಬೊ ರಸಯ್ಯಯ್ಯೋ ರಾಜ ರಸಯ್ಯ ಯಾರೋ ರಾಜಕುಮಾರಗ ರಸಯ್ಯಯ್ಯೋ ರಾಜ ರಸಯ್ಯ ಯಾರೋ ರಾಜಕುಮಾರಗ ಕುಟ್ಟುಳ್ಳ ಕುಳ ಕುದಿರಿಯಣ ನಿನ್ನ ಮದಾರಿಗ ನಿನ್ನ ಮಲೀಲೆ ನಿನ್ನ ಮಲೀಲೆ ಕುಟ್ಟುಳ್ಳ ಕುಳ ಕುದಿರಿಯಣ ನಿನ್ನ ಮನಾರಿಗ ನಿನ್ನ ಮಲೀಲೆ ಕುಟ್ಟುಳ್ಳ ಕುಳ ಕುದಿರಿಯಣ ನಿನ್ನ ಮದಾರಿಗ ನಿನ್ನ ಮಲೀಲೆ ಕುಟ್ಟುಳ್ಳ ಕುಳ ಕುದಿರಿಯಣ ನಿನ್ನ ಮಲೀಲೆ ಕುಟ್ಟುಳ್ಳ ಕುಳ ಕುದಿರಿಯಣ ನಿನ್ನ ಮದಾರಿಗ ನಿನ್ನ ಮಲೀಲೆ ದೇಸಂದಾಳೋ ರಾಜ ದೇಸಂದಾಳೋ ರಾಜಕುಮಾರಗ ದೇಸಂದಾಳೋ ರಾಜ ದೇಸಂದಾಳೋ ರಾಜಕುಮಾರಗ ರಸಯ್ಯಯ್ಯೋ ರಾಜ ರಸಯ್ಯ ಯಾರೋ ರಾಜಕುಮಾರಗ ರಸಯ್ಯಯ್ಯೋ ರಾಜ ರಸಯ್ಯ ಯಾರೋ ರಾಜಕುಮಾರಗ ಲಲ್ಲಕ್ಕ ಲೋಡಿವನರದ ಲಲ್ಲಕ್ಕ ಲೋಡಿವನರದ ತಾನಾರೋ ಬೊಬೊ ಕಣ್ಣೆ ಯಾರಾರೋ ಬೊಬೊ ಕಣ್ಣೆ ತಾನಾರೋ ಬೊಬೊ ಕಣ್ಣೆ ಯಾರಾರೋ ಬೊಬೊ ಕಣ್ಣೆ ರಸಯ್ಯಯ್ಯೋ ರಾಜ ರಸಯ್ಯ ಯಾರೋ ರಾಜಕುಮಾರಗ ರಸಯ್ಯಯ್ಯೋ ರಾಜ ರಸಯ್ಯ ಯಾರೋ ರಾಜಕುಮಾರಗ ರಸಯ್ಯಯ್ಯೋ ರಾಜ ರಸಯ್ಯ ಯಾರೋ ರಾಜಕುಮಾರಗ ಮಲ್ಲಿಗೆಗೆ ಕುವನಲ್ಲ ಶೇಷಂಬಗ ಮಮ ನಾರಗ ಬೊಬ್ಬೊಬ್ಬೊ ಮಲ್ಲಿಗೆಗೆ ಕುವನಲ್ಲ ಶೇಷಂಬಗ ಮಮ ನಾರಗ ಬೊಬ್ಬೊಬ್ಬೊ ಮಲ್ಲಿಗೆಗೆ ಕುವನಲ್ಲ ಶೇಷಂಬಗ ಮಮ ನಾರಗ ಬೊಬ್ಬೊಬ್ಬೊ ದೇಸಂದಾಳೋ ರಾಜ ದೇಸಂದಾಳೋ ರಾಜಕುಮಾರಗ ದೇಸಂದಾಳೋ ರಾಜ ದೇಸಂದಾಳೋ ರಾಜಕುಮಾರಗ ರಸಯ್ಯಯ್ಯೋ ರಾಜ ರಸಯ್ಯ ಯಾರೋ ರಾಜಕುಮಾರಗ ರಸಯ್ಯಯ್ಯೋ ರಾಜ ರಸಯ್ಯ ಯಾರೋ ರಾಜಕುಮಾರಗ ರಸಯ್ಯಯ್ಯೋ ರಾಜ ರಸಯ್ಯ ಯಾರೋ ರಾಜಕುಮಾರಗ Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. കീർത്തി ആൻഡ് കാർത്തിക സൂപ്പർ അടിപൊളിയായിരുന്നു. ഒരേ കോസ്റ്റ്യൂംസ് ഡാൻസേഴ്സ് ഒക്കെ കൂടെ വന്നപ്പോ ഫുൾ വൈബായി. അപ്പൊ നമുക്ക് ചോദിക്കാം ശരത് സർ. സ്ത്രീജനങ്ങളെ എന്താ സാർ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ കുറേ സന്തോഷം. നല്ലൊരു രസമുണ്ട് രണ്ടുപേരും കേട്ടോ. അപ്പൊ എനിക്ക് ഈ നിൽക്കുന്ന സ്ത്രീയുടെ അടുത്താ ചോദിക്കാനുള്ളത്, ഒരു നീയമ്മയോ നിന്നമ്മയോ ഏതോ ഒന്ന് മിസ് ചെയ്തോ പാടി വന്നപ്പോ? ഏതാണ് നിന്നമ്മ ഏതോ ഒരു അതങ്ങനെയാണ്. അതൊരു കൺഫ്യൂഷൻ തോന്നിയടാ. കുട്ടുള്ള കുളക്കുതിരിയണ നിന്നമ്മദാരിക നിന്നമ്മലിലെ അത് ഇടയ്ക്ക് ഒരെണ്ണം കണ്ടില്ല. നിന്നമ്മ അങ്ങ് അപ്പുറത്ത് അവിടെ അങ്ങ് പോയി. അതാ പറഞ്ഞത്. അതവിടെ ഒരു കൺഫ്യൂഷൻ തോന്നി. ഒരു നിന്നമ്മയെ കൊണ്ട് എവിടെ കളഞ്ഞിട്ട്
അതാ നമ്മൾ നോക്കുമ്പോൾ നിന്റെ മുഖത്തും ഒരു കൺഫ്യൂഷൻ, രണ്ടുപേരുടെ മുഖത്തിൽ കോറസും കൂടെ കൂടിയിട്ട് പാടേണ്ടതാ സാർ. അല്ല, കോറസിന്റെ കാര്യം പറയരുത്. കാര്യം അവർ ആദ്യം തന്നെ അവരുടെ ജോലി കുളവാക്കി എന്നുള്ളത് തെളിയിച്ചതാണ്. പിന്നെ അവരെ വിശ്വസിച്ച നിങ്ങളെ വേണം തല്ലാൻ. എന്തായാലും മൊത്തത്തിൽ നല്ല ആ ഡാൻസേഴ്സും എല്ലാവരും കൂടെ വന്നപ്പോൾ നല്ലൊരു ഓടം. ഒന്നും നമുക്ക് കാര്യം ലിറിക്കോ നമുക്ക് റിലേറ്റ് ചെയ്യുന്നില്ല, പക്ഷേ എന്നാൽ ആ ഒരു ട്യൂൺ നല്ല രസമാണ് നിങ്ങൾ പാടുന്നത് കേൾക്കുമ്പോൾ. ഒന്നാമത് എന്താണെന്നൊന്നും അറിഞ്ഞുകൂടെങ്കിലും ഒരു വികാരം നമുക്ക് കിട്ടും. ചില അങ്ങനെയാണല്ലോ മ്യൂസിക്, അതേ ഉള്ള വേറൊന്നും ഇല്ലടാ. നൈസ്, രണ്ടുപേരും ഒരേപോലെ. എനിക്കത് അങ്ങനെ ഈക്വലായിട്ടാണ് തോന്നിയത് രണ്ടുപേരും. താങ്ക് യു സർ. ചേച്ചി രാസയ്യോ ഉഗ്രനായിരുന്നു. രണ്ടാളും കൂട്ടത്തിൽ ഡാൻസേഴ്സും കലക്കി. അത് ആ കോറസിന്റെ ഭാഗം മാത്രമാണ് കുറച്ചൊരു വീക്കായിട്ട് തോന്നിയത്. അല്ലാതെ നിങ്ങൾ രണ്ടുപേരുടെയും വോയിസ് വൈസ് നല്ല സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. നന്നായി പാടി രണ്ടാളും. ഈ കോസ്റ്റ്യൂം കളറ് റെഡ് എനി ടൈം സൂപ്പർ കളറാണ്. സെലക്ഷൻ വൈസ് ഗംഭീരം. എനിക്ക് തോന്നിയത് ചെറുതായിട്ട് ഈ മിസ്സിങ്സ് എന്തൊക്കെയോ ഒരു ഡൗട്ട് നിങ്ങളുടെ ഇടയിൽ ഉണ്ടായ പോലെ തോന്നി. 1-2 സ്ഥലത്ത് മാത്രം. അല്ലാതെ പാട്ട് നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. ഗോഡ് ബ്ലെസ് യു ഡാർലിങ്സ്. താങ്ക് യു ചേച്ചി. എം ജി സർ. ഒരു നല്ല മൂഡ്, അതായത് നമുക്ക് ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഒന്ന് തുള്ളാൻ തോന്നും, അത്രയേ ഉള്ളൂ. കാരണം നല്ല ഓർക്കസ്ട്രേഷൻ, ഒരൊറ്റ ട്യൂൺ, എന്തിനു കൂടുതൽ. അത് നിങ്ങൾ നല്ല മനോഹരമായിട്ട് ഡാൻസേഴ്സുമായിട്ട് അവതരിപ്പിച്ചപ്പോൾ നമുക്കൊക്കെ ഒരു രസം തോന്നി. കേൾക്കുന്നവർക്ക് ഇതിൻ്റെ വരികളോ ഒന്നുമല്ല നോക്കുന്നത്, ഇതിൻ്റെ ഒരു ഓളം. ആ ഓളത്തിൽ അങ്ങനെയുള്ളൊരു ഓളത്തിനുണ്ട്. ആ ഒരു മൂഡ് ക്രിയേറ്ററാണിത്. സോ നിങ്ങൾ ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും നല്ല രസമായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. കേൾക്കാൻ രസമുണ്ടായിരുന്നു. താങ്ക് യു സർ. ഷാനിക്ക. രണ്ടുപേരും കലക്കി. ഇത് ഈ പാട്ടെന്ന് പറയുന്നത് ഇത് പ്രസന്റേഷൻ ഓറിയന്റഡ് ആണ്. അത് നിങ്ങളെല്ലാവരും കൂടെ കലക്കിയിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ആ ഒരു ഡാൻസ് മൂവ് തൊട്ട് എല്ലാവരും കോറസ് ഒഴിച്ച് ബാക്കി എല്ലാവരും കലക്കി. അല്ല, കാരണം അത് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇതിൽ കോറസും കൂടെ കൃത്യമായിട്ടാണ് വീണതെങ്കിൽ ഒരു പഞ്ചുണ്ടാവും, ഒരു പഞ്ചുണ്ടായേനെ, പഞ്ചാവും, ഭയങ്കര രസമായേനെ. അതർവൈസ് നല്ല രസത്തിൽ തന്നെ രണ്ടുപേരും പാടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്സ് ചോദിക്കാം. ആദ്യം മിസ്റ്റിക് രാഗാസ്. കീർത്തിയല്ലേ ഇതിൽ തെറ്റിച്ചത്? കീർത്തിക്ക് 2.5 മാർക്ക്. അല്ല, കീർത്തി ആരുടേതാ? ചേച്ചി. കീർത്തി ഒരു തെറ്റും ഇല്ലായിരുന്നു. കീർത്തി 8.9 മാർക്ക്. താങ്ക് യു സർ. എം ജി സർ 8.9. ഓക്കെ. ഷാനിക്ക ചുരുട്ടി കിട്ടുന്നു. ഓക്കെ, സോ ടോട്ടൽ 17.8. ഇനി മാജിക് ബീറ്റ്സ് 8.9. ശരത് സർ. അല്ല, ഈ കൺഫ്യൂഷൻ ആയതൊക്കെ കണ്ടോണ്ട് നിന്ന ആളല്ലേ നീ? ഏറ്റവും കുറ്റം അതാണ് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് 8.9 മാർക്സ്. ചേച്ചി. കാർത്തികയുടെ മാർക്സ് ഇതാ. ഓക്കെ, അപ്പൊ അഗൈൻ ടോട്ടൽ 17.8. അങ്ങനെ രണ്ടുപേരും സെയിം മാർക്ക് നേടിയിരിക്കുകയാണ് ഇതുവരെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.